വെൽക്കം ടു ടെക് ട്യൂട്ടർ. നമ്മൾ ഇന്ന് ഡീൽ ചെയ്യുന്നത് S1-ലെ S1 S2 ഫസ്റ്റ് ഇയറിലെ ലൈഫ് സ്കിൽസ് ആൻഡ് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ സബ്ജക്റ്റിനെ കുറിച്ചാണ്. ഇത് ബേസിക്കലി ഇന്റേണൽ മാർക്സ് മാത്രം 100 മാർക്സ് ഉള്ളതാണ്. വീക്ക്ലി 2 ക്ലാസ്സും ഒരു പ്രാക്ടിക്കലും ഇതിന് പോകുന്നുണ്ട്. നമുക്ക് ഇതിന്റെ നോർമൽ ആയിട്ടുള്ള റാങ്കിങ് ക്രെഡിറ്റ് 1 ആണ്. അപ്പം ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ലേണിംഗ് ആണ് മെയിൻലി ഇതിൽ എയിം ചെയ്യുന്നത്. സോ കുട്ടികളുടെ ഒരു സെൽഫ് അവയർനെസ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവരുടെ സ്കിൽ ഇമ്പ്രൂവ്മെന്റിനൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത് നമ്മള്. അപ്പം ബേസിക്കലി ഇതിൽ ആദ്യം കുട്ടികളെ 6 മെമ്പേർഡ് ആയിട്ടുള്ള ഗ്രൂപ്പായിട്ട് 4 to 6 മെമ്പേഴ്സ് എന്നാണ് പറയുന്നത്. ഏറ്റവും നല്ലത് 6 മെമ്പേഴ്സ് ആണ്, നോട്ട് മോർ ദാൻ 6, ബട്ട് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള 6 ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 1-2 ആക്ടിവിറ്റീസിന് 6 മെമ്പേഴ്സിന്റെ കറക്റ്റ് ഒരു കൗണ്ട് കീപ്പ് ചെയ്താൽ വളരെ എളുപ്പമായിട്ട് അത് നമുക്ക് റൺ ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ അകത്ത് 2 ലെക്ചറിങ് അവേഴ്സ്, 2 ക്ലാസ് അവേഴ്സും ഒരു പ്രാക്ടിക്കലും വരും. ബാക്കി നമുക്ക് അഡീഷണൽ വർക്ക് സെൽഫ് സ്റ്റഡി മോഡിൽ സ്റ്റുഡൻസ് തന്നെ ചെയ്യേണ്ടതാണ്. പിന്നെ ആക്ടിവിറ്റിയുടെ ഒക്കെ ഫുൾ ട്രാക്കിംഗ് നമുക്ക് വേണം. സോ ഇനീഷ്യലി തന്നെ നമ്മൾ ടീച്ചേഴ്സ് ഷെയർ ചെയ്യുന്ന ഡ്രൈവിലേക്ക് കറസ്പോണ്ടിങ് ഗ്രൂപ്പ് മെമ്പേഴ്സ് അവരുടേതായ ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് എല്ലാ ഡോക്യുമെന്റ്സും സേവ് ചെയ്ത് വെക്കണം. ബിക്കോസ് ഫൈനലി S7-ലും S8-ലും വരുമ്പോൾ ഇതിന്റെ ഒരു ക്രോസ് ചെക്കിംഗ് ഉള്ളതാണ് ഇതിൽ ഇവർ മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ ആ റിപ്പോർട്ട്സ് ആൻഡ് ആക്ടിവിറ്റി വീക്ക്ലി ജേർണൽസ് എല്ലാം നമ്മൾ കീപ്പ് ചെയ്യണം. ഓരോ ഗ്രൂപ്പ് മെമ്പേഴ്സും അത് ക്ലിയർലി എൻഷുർ ചെയ്യണം. അവർക്ക് കറസ്പോണ്ടിങ് ഫോൾഡർ മാം ഷെയർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ സാർ ലെക്ചറർ ഷെയർ ചെയ്തിരിക്കുന്ന ഡ്രൈവിലേക്ക് അവരുടേതായ ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് എല്ലാം അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിന്റെ ഒരു ബേസിക് ഐഡിയ ആണ് ഞാൻ ഈ ഫസ്റ്റ് ക്ലാസ്സിൽ തരാൻ പോകുന്നത്. ഇതിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതായിപ്പോ ഞാൻ പറഞ്ഞ പോർട്ട്ഫോളിയോ ജേർണൽ എല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കണം. ആൻഡ് 7th സെമസ്റ്ററിൽ ഇതിന്റെ ഒരു വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇനി ബേസിക്കലി ആക്ടിവിറ്റീസ്, നമുക്ക് ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഒരു ഇൻഫർമേഷൻ ഗ്രൂപ്പ് ഫോർമേഷനും. അപ്പം 6 മെമ്പേഴ്സ് ആയിട്ടുള്ള ഗ്രൂപ്പ് ആകുമ്പോൾ ഈ ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ ഇടയിലുള്ള സെൽഫ് ഇൻട്രൊഡക്ഷൻ നമ്മൾ അന്ന് കൊടുക്കണം. സോ വീക്ക് 1-ൽ തന്നെ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ചെയ്യേണ്ട കാര്യമാണിത്. ആൻഡ് എഗെയിൻ നമ്മൾ എൻറ്റയർ ഈ സബ്ജക്ട് എന്താണ് മെയിൻ ചെയ്യുന്നത് എക്സ്പ്ലനേഷനും ടീച്ചർ സ്റ്റുഡൻസിന് കൊടുക്കേണ്ടതുണ്ട്. സോ ഫോർ ദ ഇൻഫർമേഷൻ ഓഫ് ടീച്ചേഴ്സ് ആസ് വെൽ as സ്റ്റുഡൻസ്, ഇതിൽ എന്താണ് ബേസിക്കലി ഈ 12 ആക്ടിവിറ്റീസ് എന്നുള്ളത് ഞാനൊന്ന് ഓവറോൾ പറയാം. എന്തൊക്കെയാണ് അത് സെൽഫായിട്ട് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ലെക്ചറിംഗ് എന്ന് പറയുന്ന ലെക്ചറിംഗിൽ ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യേണ്ടതും കുട്ടികൾ സെൽഫ് സ്റ്റഡി ആയിട്ട് ചെയ്യേണ്ടതും ഗ്രൂപ്പ് ആയിട്ട് ചെയ്യേണ്ടതും. സോ 3 ആയിട്ടാണ് നമ്മൾ ഇതിന്റെ ആക്ടിവിറ്റീസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിലിപ്പം ക്ലാസ് റൂം വർക്ക് ആണെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. Lൽ തന്നെ ഗ്രൂപ്പ് ആണോ ഇൻഡിവിജ്വൽ ആണെന്നാണ് ഈ മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ ഇത് ക്ലാസ് റൂമിൽ ഗ്രൂപ്പ് ആയിട്ട് ചെയ്യേണ്ട ആക്ടിവിറ്റിയാണ്. ഇതും ക്ലാസ് റൂമിൽ ഗ്രൂപ്പ് ആയിട്ട് ചെയ്യേണ്ടതാണ്. ഇത് സെൽഫ് സ്റ്റഡി ആണ്, ക്ലാസ് റൂമിൽ ആയിരിക്കില്ല ചെയ്യേണ്ടത്, ഗ്രൂപ്പ് ആയിട്ട് അത് ചെയ്യാം. സെൽഫാണ്, പക്ഷെ ക്ലാസ് റൂമിൽ ടൈം അവൈലബിൾ ആയിരിക്കില്ല. സെയിം വേ ഇതും സെൽഫാണ്, ക്ലാസ് റൂം ടൈം അവൈലബിൾ അല്ല, പക്ഷെ അത് ഇൻഡിവിജ്വൽ ആണ്. ഇൻഡിവിജ്വൽ ഫയൽ കീപ്പ് ചെയ്യേണ്ട ആക്ടിവിറ്റിയാണ്. അതാണ് ഈ കറസ്പോണ്ടിങ് ടേബിളിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ഗ്രൂപ്പ് ഫോം ചെയ്യുന്നു. ഗ്രൂപ്പിന്റെ ഇടയിൽ ഓരോ മെമ്പേഴ്സും അവരെ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അത് കഴിയുമ്പോൾ ലെക്ചറർ എല്ലാ ആക്ടിവിറ്റീസും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ബേസിസിൽ ഓരോ ഗ്രൂപ്പുകാരും ഒരു ഗാൻഡ് ചാർട്ട് പ്രിപ്പയർ ചെയ്യണം. ഗാൻഡ് ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര ടൈം ഡ്യൂറേഷനിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഫിനിഷ് ഓഫ് ചെയ്യും എന്നൊരു എക്സാമ്പിൾ കാണിക്കുന്നതാണ് ഗാൻഡ് ചാർട്ടിന്റെ എക്സാമ്പിൾ. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം ഇതിന്റെ എൻഡിലേക്ക്. സോ നമ്മൾ ആദ്യം ഒരു ഓവർവ്യൂ നോക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി 2.1 എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ടെസ്റ്റ് ആണ്. അതിനുള്ള ഒരു ഐഡിയയും ഞാൻ ഇതിൽ ഈ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിൽ മെൻഷൻ ചെയ്യാം. സോ ഇതിൽ ഒരു ടീച്ചർ ഒരു ക്വസ്റ്റനെയർ തരും. അത് എല്ലാ ഗ്രൂപ്പ് മെമ്പേഴ്സും ഒരു ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്തിട്ട് അവരെല്ലാവരും അത് ഫില്ല് ചെയ്യാൻ നോക്കുക. സോ ഗ്രൂപ്പ് മെമ്പേഴ്സ് തന്നെ അത് ഇനീഷ്യേറ്റ് ചെയ്യുമ്പോൾ അവരുടെ കയ്യിൽ അതിന്റെ റെസ്പോൺസ് കറക്റ്റ് ആയിട്ടുണ്ടാകും. സോ അവർക്ക് എല്ലാവർക്കും അത് ഷെയർ ചെയ്തിരിക്കുന്ന ഡ്രൈവിലേക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയും. ക്വസ്റ്റ്യൻസ് ടീച്ചേഴ്സ് തരും. അതിന്റെ കറസ്പോണ്ടിങ് ഗൂഗിൾ ഫോം ഗ്രൂപ്പ് മെമ്പേഴ്സ് തന്നെ ഉണ്ടാക്കിയിട്ട് അവരുടെ തന്നെ ഗ്രൂപ്പിലെ മെമ്പേഴ്സിൽ നിന്നുള്ള റെസ്പോൺസ് കളക്ട് ചെയ്യുക. സെൽഫായിട്ടും ആ റെസ്പോൺസ് കളക്ട് ചെയ്യണം. സെക്കൻഡ് ആക്ടിവിറ്റിയിൽ സെക്കൻഡ് സബ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഫസ്റ്റ് സബ് ആക്ടിവിറ്റി ആണ് ഇപ്പോൾ പറഞ്ഞ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് വേണ്ടി ടീച്ചർ തരുന്ന ക്വസ്റ്റ്യനെ സോൾവ് ഔട്ട് ചെയ്ത് അതിന്റെ റെസ്പോൺസ് കളക്ട് ചെയ്യാറുള്ളത്.
ഇത് സെൽഫായിട്ട് ചെയ്യേണ്ടതാണ്, ഇൻഡിവിജ്വൽ ആണ്, ക്ലാസ് ടൈമിലല്ല ചെയ്യേണ്ടത്. സെക്കൻഡ് വൺ, അപ്പൊ നമ്മള് ഇത് കൊടുത്തു വിട്ടിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ മതിയാണ്. സെക്കൻഡ് വൺ, ക്ലാസ് ടൈമിൽ ചെയ്യേണ്ടതാണ്, ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യേണ്ടതാണ്. ഇതിന് റോൾ, നമുക്ക് രണ്ട് റോൾ തന്നിട്ടുണ്ടായിരിക്കും. ആ കറസ്പോണ്ടിങ് റോളിന്റെ പെർസ്പെക്റ്റീവിൽ നിന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യണം. ഫസ്റ്റ് ഈ സബ് ആക്ടിവിറ്റിയിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് റൂൾസ് എന്ന് പറഞ്ഞാൽ ഈതർ ഒരു പാരന്റ് ഓർ എ ഗാർഡിയൻ ഓർ എ മെന്റർ, സെക്കൻഡ് വൺ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ സിബ്ലിംഗ് അല്ലെങ്കിൽ കസിൻ എന്നുള്ള രീതിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ടീച്ചർ പ്രൊവൈഡ് ചെയ്യും. ആ ക്വസ്റ്റ്യൻസിന് ഈ പറഞ്ഞ റോളിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ നോക്കുക, സ്റ്റുഡൻസ് ആൻസർ ചെയ്യാൻ. സെക്കൻഡ് തിങ്, സെയിം വേ നെക്സ്റ്റ് ഒരു റോൾ സ്റ്റോമിങ് തന്നെയാണ്. ഇതും സെൽഫ് സ്റ്റഡി ആയിട്ടാണ്. മറ്റേത് ലെക്ചറിങ് ആയിരുന്നെങ്കിൽ ഇത് സെൽഫിലാണ് ചെയ്യുന്നത്, നമുക്ക് ക്ലാസ് ടൈമിൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല. സോ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു റോളേ ഉള്ളൂ. അപ്പൊ അത് അവർ ചിന്തിച്ച് എഴുതിക്കൊണ്ട് വരേണ്ടതാണ്. ഇതിൽ പറയുന്നത് ഒരു ടീച്ചറിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ്. റോൾ ഓഫ് എ ടീച്ചർ റൈറ്റ് അബൌട്ട് ദീസ് തിങ്സ്. അത് ടീച്ചർ ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഒരു സ്റ്റുഡന്റ് ഒരു ടീച്ചറുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് അത് ആലോചിച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തിട്ട് വന്നു. ഇനി ഇതിനെ രണ്ടിനെയും കൂടെ ഇപ്പൊ ഈ പറഞ്ഞ എല്ലാത്തിനെയും കൺസോളിഡേറ്റ് ചെയ്തിട്ട് ഗ്രൂപ്പായിട്ട് ക്ലാസ്സിൽ നിന്ന് തന്നെ ഡിസ്കസ് ചെയ്ത് അതിന്റെ ഒരു സമ്മറിയും ഓവർവ്യൂ ഒക്കെ ഉണ്ടാക്കുന്നതാണ് നെക്സ്റ്റ് ആക്ടിവിറ്റി, ദാറ്റ് ഈസ് സബ് ആക്ടിവിറ്റി 4 ഓഫ് ആക്ടിവിറ്റി 2. സോ ആക്ടിവിറ്റി 2.4 എന്ന് പറയുന്ന ഗ്രൂപ്പായിട്ട് അതിനെ റോൾ സ്റ്റോമിംഗ് എക്സസൈസിനെ ഒന്ന് സമ്മറൈസ് ചെയ്യാം. ഇതിന്റെ ഒരു മൈൻഡ് മാപ്പ് പ്രിപ്പയർ ചെയ്യണം. മൈൻഡ് മാപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രീ പോലെ നമ്മൾ ഒരു സെന്റർ ഓഫ് ഇതുണ്ട്, അതിൽ സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറ്റൈൻ ചെയ്യേണ്ട കാര്യങ്ങൾ, അതിന് നിങ്ങൾ റോൾ സ്റ്റോമിങ്ങിൽ സ്റ്റുഡന്റ് ആയിട്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു ട്രീ പോലെ റെപ്രസെന്റ് ചെയ്ത് വെക്കുന്നതാണ് ഒരു മൈൻഡ് മാപ്പിംഗ്. അതും കാണിക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇത്രയുമാണ് നമ്മുടെ ആക്ടിവിറ്റി 2വിന്റെ എല്ലാ സബ് ആക്ടിവിറ്റീസും കൂടെ കമ്പൈൻ ചെയ്യുന്നത്. ഇത് ശരിക്കും വീക്ക് 2 ആകുമ്പോഴേക്കും ഇത്രയും നമ്മൾ തീർത്തിട്ടുണ്ടാവണം. സോ ടിൽ ദിസ് ഗ്രൂപ്പ് ഡിസ്കഷൻ വീക്ക് 1ൽ ഫസ്റ്റ് 2 ക്ലാസ്സിൽ തന്നെ ചെയ്യേണ്ടതാണ്. വീക്ക് 2 സ്റ്റാർട്ടിങ് ആകുമ്പോഴേക്കുമാണ് നമ്മൾ മൈൻഡ് മാപ്പ് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരുന്നത്. ദാറ്റ് മീൻസ് തേർഡ് ക്ലാസ് ആകുമ്പോഴേക്കും, തേർഡ് ലെക്ചർ ക്ലാസ് ആകുമ്പോഴേക്കും നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. നെക്സ്റ്റ് ആക്ടിവിറ്റി, തേർഡ് ആക്ടിവിറ്റി, ഒരൊറ്റ ആക്ടിവിറ്റി ഉള്ളൂ. അത് ക്ലാസ് റൂമിൽ തന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യേണ്ടതാണ്. അത് വീക്ക് 4 വരെ ടൈം എടുക്കാം. കുറച്ച് ടൈം എടുക്കുന്നതായതുകൊണ്ടാണ്, ബിക്കോസ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ ഇതില് ഒരു എംപതി, ഒരു പ്രസന്റേഷൻ ആണ് അത് മീൻ ചെയ്യുന്നത്. എംപതിയാണ് അതിന്റെ തീം. സ്റ്റുഡൻസ് അവരുടെ തന്നെ ലൈഫിൽ ഫീൽ ചെയ്തിരിക്കുന്ന ഒരു എംപതി ഉണ്ടായിരിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ്. ഇതിപ്പോ ഇൻഡിവിജ്വൽ പ്രസന്റേഷൻ ആയതുകൊണ്ടാണ് 4 വീക്സ്. സോ 5 മിനിറ്റ്സ് വീതമുള്ള പ്രസന്റേഷൻസ് ഓരോ സ്റ്റുഡൻസും പ്രിപ്പയർ ചെയ്യണം. അവരുടെ എല്ലാവരുടെയും പ്രസന്റേഷൻ വീക്ക് 4 കൊണ്ട് തീർന്നിട്ടുണ്ടാവണം. നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 4 എന്ന് പറയുമ്പോൾ ഒരു നെറ്റ്വർക്ക്, അതായത് നമ്മൾക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്, അതായത് പ്രൊഫഷണൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിന്റെ അതിൽ നിന്നും ഒരു കറസ്പോണ്ടിങ് നെറ്റ്വർക്കിംഗ് എങ്ങനെയാണ് അക്വയർ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. സോ മിനിമം 3 പ്രൊഫഷണൽസ്, അത് ഏത് പ്രൊഫഷനിൽ നിന്ന്, ടീച്ചർ ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി പേഴ്സണാലിറ്റി, NGO അങ്ങനെയുള്ള എന്തെങ്കിലും മുതലിന് ലിങ്ക്ഡിൻ വഴി നമ്മൾ അവരെ കണക്ട് ചെയ്ത് അവരുമായിട്ട് ഒരു ക്വസ്റ്റനെയർ പോലെ നമ്മൾ അവരുടെ പ്രൊഫൈലെല്ലാം നമ്മൾ ക്ലിയർലി റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതും സെൽഫായിട്ട് ചെയ്യേണ്ടതാണ്. ക്ലാസ് റൂം ടൈം പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഇൻഡിവിജ്വൽ ആണ്. ഇൻഡിവിജ്വൽ ഒരു ഗ്രൂപ്പിൽ 6 പേരുണ്ടെങ്കിൽ ഈ 6 പേരും ഡിഫറെന്റ് ആയിട്ടുള്ള 3 പേഴ്സണാലിറ്റീസിനെ വേണം റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവരിൽ നിന്നും നമ്മൾ കുറെ ഫാക്ട്സ് അക്വയർ ചെയ്തിട്ട് അതിനെ അനലൈസ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. നെക്സ്റ്റ് 4.2 എന്ന് പറയുന്നത് ഈ പറഞ്ഞ കറസ്പോണ്ടിങ് ആൾക്കാരുമായിട്ടുള്ള ഇന്ററാക്ഷൻ ആണ്. അവിടെ വർക്ക് പ്ലേസിന്റെ സ്കിൽസ്, അവർക്ക് എന്തൊക്കെ അവർ ഇനീഷ്യലി ഫേസ് ചെയ്ത ബുദ്ധിമുട്ടുകൾ, അങ്ങനെ ആക്ടിവിറ്റീസ് എന്താണ് എൻഹാൻസ് ചെയ്യാൻ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ടൈറ്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് തന്നെ മേടിക്കണം. ദിസ് ഓൾസോ വീക്ക് 3ൽ സെൽഫായിട്ട് നടത്തേണ്ടുന്നതാണ്. അല്ലെങ്കിൽ ഇത്രയും സെൽഫായിട്ട് നടത്തിട്ട് അതേ വീക്കിൽ തന്നെ ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്യണം. അതായത് ഇവർ ഈ 3 ഇൻഡിവിജ്വൽസിൽ നിന്ന് കളക്ട് ചെയ്ത കാര്യങ്ങളെ ഗ്രൂപ്പുമായിട്ട് ഡിസ്കസ് ചെയ്ത് കോമൺ ആയിട്ടുള്ള ആസ്പെക്ട്സ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇതെല്ലാം ബാക്ക്ഗ്രൗണ്ട് വർക്ക് ആണ്, ക്ലാസ്സിൽ ടൈം കിട്ടുന്നതായിരിക്കില്ല. സോ വീക്ക് 3യുടെ പ്രയർ തന്നെ, അതിനാണ് നമ്മൾ ഇനീഷ്യലി ഒരു ഇൻട്രൊഡക്ഷൻ തരുന്നത്.
അപ്പൊ ആ ഇൻട്രൊഡക്ഷനിൽ നിന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം ഗാൻ ചാർട്ടിൽ തേർഡ് വീക്കിന് മുമ്പ് നമ്മൾ ഇത്രയും ചെയ്ത് തീർക്കാനുണ്ട് എന്നുള്ളത് എല്ലാ ഗ്രൂപ്പിലും. സോ അതിൽ ഇനി ഈ ഗ്രൂപ്പായിട്ട് ഇതുവരെ അക്വയർ ചെയ്ത എല്ലാ ഇൻഫർമേഷനും ഗ്രൂപ്പുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അവരതിനെ ഒരു മിനിറ്റ്സ് ഡിസ്കസ് ചെയ്യണം. അതായത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്കിൽ എന്താണ്, ഇവർ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യേണ്ടത്, കോമൺ ആയിട്ട് എല്ലാവരിലും കണ്ടിരിക്കുന്ന ഒരു ഫിയർ എന്താണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കോമണും പിന്നെ ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മളിവിടെ ഗ്രൂപ്പ് ചെയ്ത് മിനിറ്റ്സ് ആണ്. നെക്സ്റ്റ് അതിന്റെ കറസ്പോണ്ടിങ് പ്രസന്റേഷൻ, അതായത് ഈ വർക്കിംഗ് പ്രൊഫഷണൽസിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന മിനിറ്റ്സിനെ ഒരു പ്രസന്റേഷൻ ആയിട്ട് പ്രിപ്പയർ ചെയ്യാം. ആൻഡ് വീക്ക് 4 കൊണ്ടാണ് അത് ഇത്രയും ചെയ്തു തീർക്കേണ്ടത്. ഇനി ഈ കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷനെ ബേസ് ചെയ്ത് നിങ്ങൾ ഒരു റോൾ പ്ലേ ക്രിയേറ്റ് ചെയ്ത് ഓരോ ഗ്രൂപ്പും അതിനെ പ്രസന്റ് ചെയ്യണം. ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് GD ആയിട്ടോ അല്ലെങ്കിൽ ഒരു റോൾ പ്ലേ ആയിട്ടോ ഒക്കെ നമുക്ക് അതിനെ പ്രസന്റ് ചെയ്യാം. വീക്ക് 5 അത് ക്ലാസ് റൂമിലെ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ട ആക്ടിവിറ്റിയാണ്. അത് വീക്ക് 5 ചെയ്യേണ്ടത്. വീക്ക് 5 എന്ന് പറയുമ്പോഴേക്കും 9th and 10th ക്ലാസ് ആയിട്ടുണ്ടാവും. അപ്പോ ഇനി ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്നും കറസ്പോണ്ടിങ് ഓരോരുത്തരുടെയും ബുദ്ധിമുട്ടുകൾ എന്താണെന്നൊക്കെ നമുക്കറിയാം. ഇപ്പൊ ആസ് എ സ്റ്റുഡന്റ് എനിക്ക് ഉള്ള ഡ്രോബാക്ക് എനിക്ക് എന്താണെന്ന് അറിയാമെങ്കിൽ ഇപ്പൊ ഈ നമ്മൾ ഈ വർക്കിംഗ് പ്രൊഫഷണൽസിനെ കുറിച്ച് സംസാരിച്ചതിന്റെ ബേസിസിൽ നമുക്ക് എന്താണ് ഗോള്, എന്താണ് പ്ലാന്, നമ്മുടെ ഈ ബിടെക് ജേർണിയിൽ എന്തൊക്കെ നമ്മൾ അക്വയർ ചെയ്യണം, ആ വക ഇത് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് നമ്മുടെ കറസ്പോണ്ടിങ് ഫയലിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. ബിക്കോസ് ഇത് സെൽഫ് സ്റ്റഡി ആണ്, അത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ളത്, അതിന് 2 മാർക്കും ഉള്ളതാണ്. നെക്സ്റ്റ് തിങ് ഫിഫ്ത്ത് ആക്ടിവിറ്റിക്കും 5 സബ് ആക്ടിവിറ്റീസ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇതില് ഒരു ടെക്നിക്കൽ സൊല്യൂഷൻ വേണ്ടുന്ന ഒരു റിയൽ ലൈഫ് പ്രോബ്ലത്തിനെ ഐഡന്റിഫൈ ചെയ്യണം. ഇത് ഗ്രൂപ്പായിട്ട് ക്ലാസ്സിൽ വെച്ച് തന്നെ 6th വീക്കിന്റെ സ്റ്റാർട്ടിങ്ങിൽ, അതായത് 11th ക്ലാസ്സിൽ 11th സെഷനിൽ വന്നിട്ട് ഓരോ ഗ്രൂപ്പും ഞങ്ങൾ ഇന്ന ഒരു പ്രോബ്ലത്തിനെയാണ് അഡ്രസ് ചെയ്യാൻ പോകുന്നതെന്ന് അവിടെ റിവീൽ ചെയ്യണം. ഒരു ഗ്രൂപ്പ് കോമൺ ആയിട്ടുള്ള ഒരു പ്രോബ്ലം കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്യാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. എന്നാൽ ഈ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആയിട്ടുള്ള ടെക് ടോക്സോ അല്ലെങ്കിൽ നല്ല യൂണിവേഴ്സിറ്റീസിൽ നിന്നോ ഇതിൽ നിന്നുമുള്ള ടോക്സോ വീഡിയോ ലെക്ചേഴ്സ് ഒക്കെ എടുത്തിട്ട് അതിന്റെ ഒരു സമ്മറി നമ്മൾ ഉണ്ടാക്കണം. അപ്പൊ ഓരോ ഗ്രൂപ്പിലെയും 6 മെമ്പേഴ്സും ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ നിന്നായിരിക്കണം ഇതിന്റെ സൊല്യൂഷൻ കൊണ്ടുവരുന്നത്. ഇതിന് ക്ലാസ് റൂം ടൈം ഇല്ല, സെൽഫായിട്ട് ചെയ്യേണ്ടതാണ്, ഇൻഡിവിജ്വലുമാണ്. എന്നിട്ട് ഇത് എന്തെങ്കിലും ഓൺലൈൻ ടെക് ഫോറം യൂസ് ചെയ്തിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് എന്താണ് അവർ അതിൻ്റെ അകത്ത് കറസ്പോണ്ടിങ് ഏറ്റവും നല്ലത് എന്ന് ചൂസ് ചെയ്യുക. ഇതെല്ലാം ഗ്രൂപ്പായിട്ട് വേണം ചെയ്യാനായിട്ട്. ഗ്രൂപ്പായിട്ട് അവരൊരു സൊല്യൂഷൻ, ഇതാണ് ഞങ്ങൾ പ്രിഫർ ചെയ്യുന്ന സൊല്യൂഷൻ എന്ന് പറഞ്ഞു വരുന്നു. നെക്സ്റ്റ് നമ്മള് പോസിബിൾ സൊല്യൂഷൻ എത്തിയിട്ട് 6th തിങ്കിങ് ഹാക്ക് എക്സസൈസ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അതുപോലെ ഗ്രൂപ്പ് ഡിസ്കഷൻ പോലെ തന്നെയുള്ളൊരു ഗെയിം പോലെയാണ്. ആ ഒരു ഇത് വെച്ചിട്ട് നമ്മളൊരു ഗ്രൂപ്പ് ഡിസ്കഷൻ പോലെ അവരവരുടെ ഒപ്പീനിയൻസ് പറയുന്ന ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ഒരു മോഡറേറ്ററെ വെച്ചിട്ട് ഒരു ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്ന പോലെയാണ്. അതൊരു പ്രസന്റേഷൻ പോലെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ടോക്ക് പോലെ നമ്മൾ ക്ലാസ്സിൽ കൊടുക്കണം. അത് വീക്ക് 7 ദാറ്റ് ഈസ് ഈദർ വന്നിട്ട് 13th or 14th സെഷനിലായിരിക്കും അത് ചെയ്യേണ്ടത്. എല്ലാ ഒരു 5 മിനിറ്റ്സ് മാക്സിമം 7 മിനിറ്റ്സ് വരെയൊക്കെ എടുക്കാൻ പാടുള്ളൂ. എല്ലാ ഗ്രൂപ്പിലും അത് തന്നെ ശരിക്കും തീർക്കാനുള്ള ഒരു ഇതില്. ഇനി ഈ ഡിസ്കഷനെ ബേസ് ചെയ്ത് ഓരോ ഗ്രൂപ്പും അവരവരുടെ റിപ്പോർട്ട് ഇല്ലാതെ റിപ്പോർട്ടിലെ ഗ്രൂപ്പ് റിപ്പോർട്ടാണ് അതുകൊണ്ട് ആ ഡ്രൈവിൽ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഇത്രയാണ് വീക്ക് 5 ആക്ടിവിറ്റീസ്. 6th ആക്ടിവിറ്റിയിൽ 3 സബ് ആക്ടിവിറ്റീസ് ആണ്. അത് മെയിൻലി നമ്മുടെ പ്രൊഫൈൽ ബിൽഡിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. ലിങ്ക്ഡിൻ പ്രൊഫൈൽ ക്രിയേഷൻ, റെസ്യൂം പ്രിപ്പറേഷൻ, സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ. എങ്ങനെ ഇത്രയും പറയാമെന്നുള്ളത് ഇത് സെൽഫാണ്. അവരവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്തിട്ട് കറസ്പോണ്ടിങ് ഇൻഡിവിജ്വൽ ഡ്രൈവിൽ അവരുടെ ഫോൾഡർ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. ഇത് വേറെ സ്പെസിഫിക് ടൈം ക്ലാസ്സിൽ കിട്ടില്ല. നെക്സ്റ്റ് വൺ ഇമോഷണൽ ഇന്റലിജൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രസന്റേഷൻ ഇൻസ്റ്റൻസസ്, അതും സെൽഫായിട്ടുള്ള പ്രസന്റേഷൻ ആണ്. അത് ഇൻഡിവിജ്വലി അത് ഡ്രൈവിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് സെയിം വേ തന്നെ ഗ്രൂപ്പിനുള്ളത് സെൽഫായിട്ട് ചെയ്യണം, പക്ഷെ ഗ്രൂപ്പ് ആക്ടിവിറ്റി ആണ് ചെയ്യേണ്ടത്. സൊസൈറ്റിയിൽ വിസിബിൾ ആയിട്ടുള്ള ഡൈവേഴ്സ് ആസ്പെക്ട്സ് എന്താണെന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ടത്. ഡൈവേഴ്സിറ്റിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇൻഡിവിജ്വലി എടുക്കുക, എന്നിട്ട് ഗ്രൂപ്പിനുള്ള ഒരു പ്രസന്റേഷൻ മതി. ഇൻഡിവിജ്വൽ ആയിട്ട് കളക്ട് ചെയ്യുക, ഗ്രൂപ്പ് പ്രസന്റേഷൻ മതിയാകും. അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവണം ഗ്രൂപ്പിന്റെ 8th ആക്ടിവിറ്റി.
നെക്സ്റ്റ് വൺ, നയൻത് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ ഇന്റർവ്യൂ ഡെവലപ്മെന്റ് സ്കിൽസ് ആണ്. അപ്പൊ അതിനുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അത് ഞാൻ വരുന്ന ആക്ടിവിറ്റിയിൽ അത് മെൻഷൻ ചെയ്യാം. ആ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ നിന്ന് കറസ്പോണ്ടിങ് ഇന്റർവ്യൂ ഡെവലപ്മെന്റിന്റെ കറസ്പോണ്ടിങ് ഒരു സെഷൻസ് അറ്റൻഡ് ചെയ്യുക. ആൻഡ് അഗൈൻ ഇന്റർവ്യൂ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ പ്രൂഫ് ഉണ്ടാവണം. സോ നമ്മൾ അറ്റൻഡ് ചെയ്തതിന്റെ ഓരോന്നിന്റെയും സ്ക്രീൻഷോട്ട്സും കറസ്പോണ്ടിങ് തിങ്സും നമ്മൾ അവിടെ ഇൻഡിവിജ്വൽ ആണ്, അതുകൊണ്ട് അത് ഇൻഡിവിജ്വൽ ഫോൾഡറിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും. നെക്സ്റ്റ്, ലിസണിങ് ആൻഡ് സെൽഫ് ടെസ്റ്റ്, ലിസണിങ് റീഡിങ് സ്കിൽസ്, അങ്ങനെയുള്ള സ്കിൽസിന് വേണ്ടിയിട്ട് ലിസണിങ് സ്കില്ലാണ് ബേസിക്കലി സെയിം ആണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ചെയ്യുക. അതിന്റെ കറസ്പോണ്ടിങ് പ്രൂഫ് നമ്മൾ ചെയ്യും. ഇംഗ്ലീഷ് വൊക്കാബുലറി ഓഫ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇൻഡിവിജ്വൽ ആയിട്ടും ഗ്രൂപ്പ് ആയിട്ടും ഉണ്ട്, ക്ലാസ്സിൽ വർക്ക്ഔട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിനുള്ള വൊക്കാബുലറി ബിൽഡിംഗ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇല്ലെങ്കിൽ നമ്മൾക്ക് പ്രസന്റേഷൻസ് വഴിയോ റീഡിംഗ് സ്കിൽസ് എന്ത് വേണമെങ്കിലും, അത് എന്ത് ആക്ടിവിറ്റിയും ടീച്ചറിന്റെ കൺവീനിയൻസ് അനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഈവൻ ക്വിസസ് വേണമെങ്കിൽ കൊടുക്കാം, ഗ്രാമർ, കറസ്പോണ്ടിങ് റൈറ്റിംഗ്, പ്രസന്റേഷൻ, ഇതും ഇതിൽ കൊടുക്കാവുന്നതാണ്. സെക്കൻഡ് വൺ, സെയിം തിങ്, എറേഴ്സ് ഐഡന്റിഫൈ ചെയ്ത് ക്ലിയർ ചെയ്യുന്നത്, അതും ലെക്ചറിങ് ആണ്. അപ്പൊ നമ്മുടെ ടീച്ചേഴ്സ് കോമൺ ആയിട്ടുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും നല്ലത്. അത് ഇൻഡിവിജ്വൽ ആയിട്ടും ഗ്രൂപ്പ് ആയിട്ടും പെർഫോം ചെയ്യാവുന്നതാണ്. ഇറ്റ്സ് ബെറ്റർ ടു പെർഫോം ഇറ്റ് ഇൻഡിവിജ്വൽ, കാരണം ഇൻഡിവിജ്വൽ ആസ്പെക്ട്സ് ആയിട്ട് പോകുന്നതായിരിക്കും നല്ലത്. സെക്കൻഡ് വൺ, മിസ്പെൽഡ് വേർഡ്സ്, ഇത് കംപ്ലീറ്റ്ലി ഒരു ടെസ്റ്റ് പോലെ തന്നെയാണ്. ഈ 9-10 വീക്സ് കൊണ്ടാണ് അത് കവറപ്പ് ചെയ്യുന്നത്, 3 ആഴ്ചയിൽ. അപ്പൊ 1 by 1 ആയിട്ട് ഓരോ വീക്കിലും ചെയ്യുന്നതായിരിക്കും കറസ്പോണ്ടിങ് ഏറ്റവും നല്ലത്. നെക്സ്റ്റ് വൺ, ഇപ്പം ഇത്രയും ചെയ്ത ആസ്പെക്ട് വെച്ചിട്ട് നമ്മുടെ ഈ ഇംഗ്ലീഷിനെ ബേസ് ചെയ്ത് ഒരു സെൽഫ് റിഫ്ലക്ഷൻ റിപ്പോർട്ട്, അത് ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യേണ്ടതാണ്, ക്ലാസ് ടൈമിലല്ല. നമ്മൾ ഈ അറ്റൻഡ് ചെയ്തതിന്റെ ബേസിൽ നമ്മുടെ ഡ്രോബാക്സ് എവിടെയാണ്, നമ്മൾ എവിടെയാണ് വീക്ക് ആയിട്ടുള്ളത്, നമ്മൾ എവിടെയാണ് നല്ലതുപോലെ പെർഫോം ചെയ്യുന്നത്, ആ വക കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാം. നൗ ഈ ഓൺലൈൻ കൊളാബറേഷൻ ടൂൾസ് എല്ലാം യൂസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ടൈം മാനേജ്മെന്റ്, നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്, അതൊക്കെ ഗ്യാൻ ചാർട്ട് യൂസ് ചെയ്ത് റെപ്രസെന്റ് ചെയ്യുന്ന ഗ്രൂപ്പാണ് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യേണ്ടതുമാണ്. ഇത്രയും കൊണ്ട് 11th ആക്ടിവിറ്റി തീർന്നു. 12th ആക്ടിവിറ്റിയും എഗെയിൻ വന്നിട്ട് 3 ഇതാണുള്ളത്. 12th ആക്ടിവിറ്റിക്കും വന്നിട്ട് 3 സബ് ആക്ടിവിറ്റീസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ പോഡ്കാസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു പോഡ്കാസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതോ, അല്ലെങ്കിൽ റിസർച്ച് വർക്ക്, എന്തെങ്കിലും നമുക്കൊരു ഒരു ഇൻവെൻഷൻ മോഡ് ഓഫ് തിങ്ങില് ഒരു ഗ്രൂപ്പിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുടെ ഇതാണ് നമ്മൾ ഇതിൽ മെൻഷൻ ചെയ്യുന്നത്. ഇതും സെൽഫാണ്, ക്ലാസ്സിൽ ടൈം ഉണ്ടാവില്ല. സോ നമ്മളത് വർക്ക് ചെയ്തിട്ട് ഗ്രൂപ്പ് ആയിട്ടുള്ളത് നമ്മുടെ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്യുക. പോഡ്കാസ്റ്റ് ചെയ്തതിന്റെ വീഡിയോ യൂട്യൂബ് പോഡ്കാസ്റ്റിലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ലിങ്ക് അപ്ലോഡ് ചെയ്യുക. ആൻഡ് അഗെയിൻ സെയിം തിങ് നമ്മുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതുകൊണ്ട് നമ്മുടെ ഓഡിയോ വിഷ്വൽ പ്രസന്റേഷൻസ്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എങ്ങനെ യൂസ് ചെയ്യുന്നു, പ്രൊഫൈൽ ബിൽഡിങ്ങിന് എങ്ങനെ ഹെൽപ്പ് ചെയ്യാം, ഇതൊക്കെയാണ് നമ്മളിവിടെ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇത്രയുമാണ് ബേസിക്കലി ക്ലാസ് റൂം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ലൈഫ് സ്കിൽ എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൽ ഓരോ ആക്ടിവിറ്റീസിനും എന്റെ അറിവിലുള്ള കാര്യങ്ങളെ ഞാൻ മെൻഷൻ ചെയ്തു പോകാം. ഇതാണ് ബേസിക് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ലൈഫ് സ്കിൽ എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ. എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് കരുതുന്നു. ഇതിനെ ബേസ് ചെയ്തൊരു ഗാൺ ചാർട്ട് പ്രിപ്പയർ ചെയ്യണം നമ്മൾ. ഗാൺ ചാർട്ടിന്റെ പ്രിപ്പറേഷൻ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. മൈൻഡ് മാപ്പിന്റെയും ഗാൺ ചാർട്ടിന്റെയും പ്രിപ്പറേഷൻ നെക്സ്റ്റ് ഇതിൽ കാണിക്കുന്നുണ്ടാവും. അല്ല, റൈറ്റ് ഹാറ്റ് ഏത് കറസ്പോണ്ടിങ് ആക്ടിവിറ്റി വരുന്നിടത്ത് വെച്ചിട്ട് നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോന്നിൽ അതിൽ ബിൽഡ് ചെയ്യേണ്ട സാധനങ്ങൾ കാണിച്ചിട്ടുണ്ടാവും. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ അയക്കുക. താങ്ക് യു.